നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പുനർവിവാഹം നോക്കുന്ന 2 മുസ്ലിം വിധവകളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം. ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് പറയുന്നത് 47 വയസ്സുള്ള വിധവയുടെ ഡീറ്റെയിൽസാണ്. ആൾക്ക് 2 മക്കളുണ്ട്. മക്കളുടെ മാരേജ് കഴിഞ്ഞതാണ്. 9ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസം. മതപഠനം 10 തന്നിട്ടുണ്ട്. 158 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. വെളുത്ത നിറാണ്. കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ്. ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട്. ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. 4 ബ്രദേഴ്സും 4 സിസ്റ്റേഴ്സും ഉണ്ട്. അവരെല്ലാം മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 54 വരെയാണ്. 54 വയസ്സ് വരെയുള്ള തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അനുയോജ്യമെങ്കിൽ അടുത്ത ജില്ലക്കാരെയും കൂടെ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് 35 വയസ്സുള്ള സുന്നി യുവതിയുടെയാണ്. ആളുടെ പേര് അജിത. ഹസ്ബൻഡ് മരിച്ചതാണ്. ഇവർക്കൊരു മകനുണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട്. പേരൻസ് ഇല്ല. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 45 വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും. ജില്ലയൊന്നും പ്രത്യേകിച്ച് വിഷയമില്ല എന്ന് അറിയിക്കുന്നുണ്ട്. ഇവരൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ അയച്ചു തരാവുന്നതാണ്. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം 2 കൂട്ടരും നന്നായി തിരക്കിയറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലെന്നും കൂടി അറിയിക്കുകയാണ്. ഇതുപോലെ എല്ലാ ദിവസവും ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ. പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.